ഗുഡ് മോർണിംഗ്, രജിത ബാലുവാണേ. തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടും സമാധാനത്തോടെയും ആണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സേഫാണ് കേട്ടാ. അപ്പോഴേ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യണത്. അതും ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. മാത്രമല്ല, ചപ്പാത്തി ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് വളരെ സോഫ്റ്റ് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടാ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോഴേ നമുക്ക് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് ഫുള്ളായിട്ട് ഗോതമ്പ് പൊടി എടുക്കുക. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിയെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഫുള്ളായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് എടുക്കുക. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഏത് റൈസ് വേവിച്ച ചോറായാലും കുഴപ്പമില്ല കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് അത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഈ അരച്ചിട്ടുള്ള ചോറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഗോതമ്പ് പൊടി കുഴയ്ക്കുമല്ലോ, അതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം അധികമാവാതെ നോക്കണം. നമുക്ക് കുത്തരിയോ കുറുവ അരിയോ റേഷൻ അരിയോ ഒക്കെ ആയാലും കുഴപ്പമില്ല, വെന്ത ചോറ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരയണം. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കുടഞ്ഞ് കുഴച്ചെടുക്കുക. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അല്പം എണ്ണ, ഏതെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യണം ആ എണ്ണ വേണമെങ്കിൽ ഈ മാവിലേക്ക് അല്പം ഒഴിച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് ഇത് കുഴച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചപ്പാത്തി ചൂടുന്ന സമയത്തും വേണമെങ്കിൽ എണ്ണ തൂവി കൊടുക്കാം. എണ്ണ തൂവിയില്ലെങ്കിലും സൂപ്പറായിരിക്കും. അപ്പം നമ്മളിതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അല്പം നേരം മാറ്റി വെക്കുക ഒന്നും വേണ്ട കേട്ടോ. അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ആ മാവ് 11 ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഉണ്ടാക്കുന്ന ഇവിടെ ചപ്പാത്തിയുടെ വലുപ്പത്തിലേക്കുള്ള ഉരുളകളാണ്. ഞാൻ പേപ്പറൊക്കെ വിരിച്ച് അതിൽ നമ്മുടെ പലകയും വടിയൊക്കെ എടുത്തിട്ടുണ്ട്. ആ പേപ്പറിൽ കുറച്ച് നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ വലിയൊരു വട്ടത്തിൽ നമുക്ക് ഈ ചപ്പാത്തി പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഈ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ മീതെ കുറച്ച് എണ്ണ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. എണ്ണയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഡാൽഡയാണ്. അതൊന്ന് മെൽറ്റ് ആവാനായിട്ടാണ് തവയുടെ മേളിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എണ്ണ ചെറുതായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ മടക്കുക, അതിൻ്റെ മീതെയും എണ്ണ പരത്തി കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡ് അതിൻ്റെ മീതേക്ക് മടക്കി കൊടുക്കുക, അതിൻ്റെ മീതെ എണ്ണ പരത്തി കൊടുക്കുക. പിന്നെ ഇപ്പുറത്തെ ഈ സൈഡ് ഇതുപോലെ മടക്കി അവിടെയും എണ്ണ പരത്തി കൊടുക്കുക. ഇതുപോലെ അവസാനത്തെ മടക്കും കൂടെ മടക്കിയിട്ട് നമ്മൾ ആ ഗോതമ്പ് പൊടിയിൽ അത് തിരിച്ചു മറിച്ചും ഇട്ടിട്ട് ഇതുപോലെ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. എല്ലാ മടക്കുകളിലും എണ്ണ തേക്കാൻ മറക്കരുത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചപ്പാത്തി പരത്തി കഴിഞ്ഞു. അത് ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. ആ മറുവശത്ത് നമുക്ക് ഇതുപോലെ എണ്ണ തൂവി കൊടുക്കുക. അതുപോലെ വീണ്ടും തിരിച്ചിട്ടതിന് ശേഷം അവിടെയും എണ്ണ തൂവി കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് പൊള്ളയ്ക്കണ കണ്ടില്ലേ, നന്നായിട്ട് പൊള്ളയ്ക്കും കേട്ടോ. കാരണം നമ്മൾ ആ മടക്കുകളിലൊക്കെ എണ്ണ തേച്ചിട്ടുള്ളതാണല്ലോ. ഇതുപോലെ ഒന്ന് പൊള്ളയ്ക്കും. കളറും ഇതുപോലെ ഒന്ന് മാറുമ്പോൾ നമുക്ക് അത് ചുട്ടെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലെയിം കുറയാൻ പാടില്ല കേട്ടോ. നമ്മൾ മീഡിയത്തിൻ്റെയും ഹൈൻ്റെയും ഇടയിൽ തന്നെ ഫ്ലെയിം നിൽക്കണം. അതായത് തവയുടെ അടിയിൽ പരന്ന് കിടക്കണ പോലെ തന്നെ മാക്സിമം ഫ്ലെയിം ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ ചപ്പാത്തി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഏത് കറി കൂട്ടിയിട്ടും കഴിക്കാട്ടോ. എല്ലാ കറിക്കും ഇത് മാച്ചായിട്ട് പോവും. ഇനിയിപ്പോൾ കറികളില്ല എന്ന് വിചാരിക്കുക, എന്നാലും ഒരു പ്രശ്നമില്ല. നമുക്കൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിലും ഈ ചപ്പാത്തി നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റായിട്ട് തിന്നാൻ പറ്റും കേട്ടോ. ഇത് കുട്ടികൾക്കും കഴിക്കാൻ ഈസിയാണ്, വയസ്സായവർക്കും കഴിക്കാൻ ഈസിയാണ്. നല്ല അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഞാൻ നൈറ്റിലാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കിയത് കേട്ടോ. അത് കാരണം വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എമർജൻസി ലൈറ്റും കൂടെ വെച്ചിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഈ ചപ്പാത്തി ഞാനിങ്ങനെ അത് പൊളിച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, പാളിയായിട്ട് വളരെ തിന്നായിട്ടുള്ള ലെയറുകളായിട്ടാണ് വരുന്നത്. ലെയർ ചപ്പാത്തിന്നോ മടക്ക് ചപ്പാത്തിന്നോ ഒക്കെ ഇതിനെ പറയാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോഴേ ഇന്നിവിടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ പൊരിച്ചതുണ്ട്, കറി വെച്ചതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടുത്തെ കോമ്പിനേഷനായിട്ട് ഇങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ദേശീയ ഭക്ഷണം ചപ്പാത്തി എന്ന് പറയാം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അമ്മ നോർത്ത് ഇന്ത്യക്കാരിയാണെന്ന്. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ പല വിഭവങ്ങൾ നമ്മുടെ അടുക്കളയിൽ ഇവിടെ എന്നും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള വിഭവങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം. സമയങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് എന്തായാലും അതെല്ലാം ഷെയർ ചെയ്യാം കേട്ടോ.
അപ്പോഴേ എന്തായാലും നിങ്ങൾ ഇതുണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുതേ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും മറക്കരുത്. നമുക്കിതുപോലെയുള്ള വീഡിയോകളിലൂടെ ഇനിയും കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.